ഈ ഡൈവേഴ്സ് എന്ന് പറയണോ കല്യാണം കഴിക്കാൻ പോരുത്. അതുപോലെ എന്താണ് ഈ പറയണ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ഇന്ന് കാണിക്കുന്ന അഴിഞ്ഞാട്ടം. നമ്മളെ ഇന്നത്തെ പുരോഗതി എന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രധാരണത്തിൽ വന്നിരിക്കുന്ന സങ്കല്പങ്ങളിൽ വന്ന കോട്ടങ്ങൾ, ശരീരത്തിൽ പ്രദർശിപ്പിക്കേണ്ട ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു പരസ്യമായിട്ട്. ഒരു കല്യാണത്തിന്റെ പെണ്ണ് ഒരുങ്ങിക്കെട്ടി നിൽക്കണതിനെയാണ് ഞാൻ ഈ പറയണത്. ഇതെല്ലാം നമ്മുടെ നമ്മളെ സാംസ്കാരിക അധപതനം. അത് ഈ പറയുന്ന പ്രബുദ്ധ കേരളം എന്ന് പറയണതിലാണ് ഈ സാംസ്കാരിക അധപതനത്തിന്റെ അങ്ങേ അറ്റം ഇന്ന് നടക്കുന്നത്. സ്വാഭാവികമായും കുടുംബത്തിൽ നിന്നും പ്രതികരണങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. രണ്ടും ഉണ്ടാവും. സമൂഹത്തിൽ ഇറങ്ങിയാൽ ഉണ്ടാവില്ലേ? ഒരു സ്ഥാനാർത്ഥി പോയി കഴിഞ്ഞാൽ കുവി വിളിക്കില്ലേ? ചിലപ്പോൾ കല്ലെറിയും, ചിലപ്പോൾ ചെരുപ്പറിയും, വേറെ കുറേ പേര് വന്ന് വലിയ ആരാധനയോടെ പൂമാലയിടും, നമുക്ക് ജയ് വിളിക്കും. ഇത് രണ്ടും കാണും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പൊതുവായ സംഗതിയിൽ ഇറങ്ങി. വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാവുന്നില്ലേ? ഭാര്യയും ഭർത്താവും വഴക്ക് കൂടിയിട്ട് അടുത്ത ദിവസം ഡൈവേഴ്സ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന സംഭവമാണ്. ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിൽ വളരെ പോപ്പുലറായി കേരളത്തിന്റെ ഒരു ആചാരമാണ് ഈ കാണുന്ന ഡൈവേഴ്സ്. ഞാൻ ഇതിനൊക്കെ എതിരാണ്, മനസ്സിലല്ലേ? അങ്ങനെയുള്ള ഈ ഡൈവേഴ്സ് എന്ന് പറയണോ കല്യാണം കഴിക്കാൻ പോരുത്. അതുപോലെ എന്താണ് ഈ പറയണ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ഇന്ന് കാണിക്കുന്ന അഴിഞ്ഞാട്ടം. നമ്മളെ ഇന്നത്തെ പുരോഗതി എന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രധാരണത്തിൽ വന്നിരിക്കുന്ന സങ്കല്പങ്ങളിൽ വന്ന കോട്ടങ്ങൾ, ശരീരത്തിൽ പ്രദർശിപ്പിക്കേണ്ട ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു പരസ്യമായിട്ട്. ഒരു കല്യാണത്തിന്റെ പെണ്ണ് ഒരുങ്ങിക്കെട്ടി നിൽക്കണതിനെയാണ് ഞാൻ ഈ പറയണത്. ഇതെല്ലാം നമ്മുടെ നമ്മളെ സാംസ്കാരിക അധപതനം. അത് ഈ പറയുന്ന പ്രബുദ്ധ കേരളം എന്ന് പറയണതിലാണ് ഈ സാംസ്കാരിക അധപതനത്തിന്റെ അങ്ങേ അറ്റം ഇന്ന് നടക്കുന്നത്. ഇത് നമ്മൾ കഞ്ചാവെല്ലാം പോയില്ലേ? പഴയ കഥയല്ലേ? ഇന്ന് നമ്മളെല്ലാം പറയണ MDMA അതിനേക്കാളും കൂടിയ മയക്കുമരുന്നിനെ പറ്റിയല്ലേ? ഇതൊക്കെ ആർക്കെങ്കിലും അറിയാമോ? സ്വന്തം മക്കൾ ഇതൊക്കെ ഉപയോഗിക്കണുണ്ടോ എന്ന്? ഇല്ലേ? അധ്യാപകരെ നിന്ദിക്കുന്നില്ലേ? പരസ്യമായിട്ട് അപമാനിക്കുന്നില്ലേ? ആരെങ്കിലും ഒരു അധ്യാപകനെ 2 കൈയെടുത്ത് തൊഴാറുണ്ടോ? ഞാൻ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച 2 അധ്യാപകരുടെ കാല് തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് 11 മണിക്ക് ശേഷം അവരെ വീട്ടിൽ പോയി കണ്ട് പാദ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരം ചെയ്തിട്ടാണ് ഈ വന്ന് നിൽക്കുന്നത്. അവരെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട്. അത് എൻ്റെ സംസ്കാരം, എൻ്റെ വിശ്വാസം. പക്ഷെ ഇതായിരുന്നു ഭാരതീയ സംസ്കാരം. നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് ഈ നാട്ടിൻ്റെ അപകടത്തിലേക്കാണ്. ഒരു സംശയമില്ല. കുടുംബങ്ങൾ പിരിഞ്ഞു പോകുന്നു. അച്ഛനെ അമ്മയും നോക്കാൻ മക്കൾക്ക് സമയമില്ല. എന്തിനു സമയമില്ല? ഇവരൊക്കെ എന്തിനും വളർത്തി? നമ്മൾ ചോദിക്കില്ലേ, ഒരു പട്ടിയെ വളർത്തിയാൽ അത് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കാത്ത മക്കള്. ഈ രീതിയിലേക്ക് നമ്മളെ സംസ്കാരം അധപ്പതിച്ചു പോകുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാവണം സമൂഹത്തിൽ. അതിന് നമ്മൾ ഈ പറയുന്ന സംസ്കാരം ഉയർത്തിപ്പിടിക്കണം, എങ്കിലേ പറ്റൂ. അഭിമാനത്തോടെ പറയണം ഭാരതീയ സംസ്കാരം ഇതാണെന്ന്. ഈ ജാതി അധിക്ഷേപം അതുപോലെ എല്ലാം ഇപ്പോൾ ഈ ഭാരതീയ സംസ്കാരത്തിൽ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനോടുള്ള ഒരു പ്രതികരണം എന്താ? ഇപ്പോഴും ജാതി ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ അടുത്തിടെ തന്നെ തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? പറയാം. ജാതി എന്തുകൊണ്ട് നിലനിൽക്കുന്നു? സർക്കാർ ജാതി ചോദിക്കണോണ്ടാണ് ജാതി നിലനിൽക്കുന്നത്. എൻ്റെ SSLC ബുക്കിൽ എന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ ഹിന്ദു എന്ന് എഴുതിയിട്ടുണ്ട്, ജാതി വെട്ടിക്കളഞ്ഞു. ഇതുപോലെ വെട്ടിക്കളഞ്ഞ എത്ര നേതാക്കന്മാർ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്? ഉണ്ടോ? പേരിൻ്റെ അറ്റത്ത് ജാതി ഇല്ലാത്ത എത്ര നേതാക്കന്മാരുണ്ട്? അതുകൊണ്ട് ജാതി എന്ന് പറയുന്നത് എല്ലാത്തിലും നിലനിൽക്കും. അത് നമ്മൾ അങ്ങനെ ഒരു സംസ്കാരം, ഗവൺമെന്റ് അങ്ങനെയുള്ള ആവശ്യം അത് ഒരു ഫോമിൽ വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആനുകൂല്യം കൊടുക്കുമ്പോൾ ഇത് നിലനിൽക്കും. ഇത് നിലനിൽക്കുന്നിടത്തോളം നമുക്ക് സമൂഹത്തിൽ ഈ ജാതി ചിന്തയ്ക്ക് അതീതമായി ബഹുഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കില്ല. സത്യമല്ലേ? ഈ ജാതി നേതാക്കന്മാരല്ലേ ജാതിയെ ഉയർത്തിപ്പിടിക്കുന്നത്? ഏതെങ്കിലും ജാതി നേതാക്കന്മാർ നമുക്ക് ജാതി ഇല്ലാതെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്കാരം, അതിപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ. ഈ ക്രിസ്തു മതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പള്ളിയുണ്ട്, എത്ര വിഭാഗമുണ്ട്? ജാതിയുടെ അടിസ്ഥാനത്തിലല്ലേ അത് നിൽക്കുന്നത്. ഇസ്ലാമിൽ വ്യത്യാസമില്ലേ? ലോകത്തിൽ ഇസ്ലാമുകൾ തമ്മിൽ കൊല്ലുന്നില്ലേ? അത് 2 ജാതി അടിസ്ഥാനമാണ്. കാരണം ജാതി എന്ന് പറഞ്ഞാൽ ജാത്യ, ജന്മനാൽ കിട്ടിയത്, നമ്മളായിട്ട് നേടിയെടുത്തതല്ല. ഇപ്പം എൻ്റെ ജാതിയാണ് കമ്മ്യൂണിസം, കാരണം എൻ്റെ അച്ഛൻ്റെന്ന്. പക്ഷെ എൻ്റെ അച്ഛൻ്റെ ജാതി കമ്മ്യൂണിസം ആയിരുന്നില്ല, അപ്പൂപ്പൻ്റെയാണ്. അപ്പം അത് നമ്മൾ സ്വയം അക്വേർഡ് ആവും. അങ്ങനെ ഞാൻ തിരിച്ചു വരവ് നടത്തി, എൻ്റെ അപ്പൂപ്പൻ്റെ സംസ്കാരത്തിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. അല്ലെ, ആ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. പിന്നെ ഇതെല്ലാം നിലനിൽക്കും. അത് എപ്പോഴും ഒരു സമൂഹത്തിൽ ഭരണപക്ഷം, അത് പൈസ ഉള്ളവൻ, സ്വത്തുള്ളവൻ, കഴിവുള്ളവൻ, യവൻ എന്നും ചൂഷണം ചെയ്യും. ചൂഷണം ചെയ്യാത്ത ഏതെങ്കിലും ഒരു രാജ്യം ഇന്ന് ലോകത്തുണ്ടോ? ഏത് ഭരണ സംവിധാനമാവട്ടെ അവിടെ ചൂഷണമുണ്ട്. ഭരണവർഗമാണെങ്കിൽ ചൂഷണം നടക്കും. അത്രയേ ഉള്ളൂ.